നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റൈച്ചസ്നെസ് ഇങ്ങനെ തുടങ്ങിയുള്ളൂ. അതൊരു വലിയ സബ്ജക്റ്റാണ്. ഞാൻ പറഞ്ഞു നിർത്തിയാൻ ഓർക്കുന്നു, ഹീസ് അവർ റൈച്ചസ്നെസ്, ഇല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ്. റൈച്ചസ്നെസ് ഈസ് എ പേഴ്സൺ, അല്ലെങ്കിൽ യുനോ ആ ഒരു വാക്യമൊന്നും നമ്മൾ വായിച്ചില്ല. എന്നാൽ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് കൊരിന്ത്യൻസ് 1:30, 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നിങ്ങളോ അവനാൽ യേശു ക്രിസ്തുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഒരു പൈതലിനോട് പറയുക, അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും, അതായത് ക്രിസ്തുവേശു നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതീകരണവും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഹീസ് അവർ റിഡംഷൻ ആൻഡ് ഹീസ് അവർ റൈച്ചസ്നെസ്. റൈച്ചസ്നെസ് ഞാനിങ്ങനെ പറയാറുണ്ട്, ഹീസ് എ പേഴ്സൺ, ജീസസ് ക്രൈസ്റ്റ്. കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു എന്ന് പറഞ്ഞതുപോലെ ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യം യേശു ക്രിസ്തു മുഖാന്തരം വന്നു. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് നീതീകരണം ലഭിക്കുന്നു. അതും ഞാൻ പറഞ്ഞു, നമ്മൾ നീതിമാനായിട്ട് ദൈവം കണക്കിടുക, നമ്മുടെ നീതി പ്രവർത്തികൾ കൊണ്ടല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും അനേക കാര്യങ്ങൾ നമുക്ക് ഈ ഇതിനോടനുബന്ധിച്ച് വായിക്കാം. റോമാലേഖനം മുഴുവനും ഗലാത്യലേഖനത്തിലും അനേക വാക്യങ്ങൾ എല്ലാം ഉണ്ട്. അതൊക്കെ നമുക്ക് ചിന്തിക്കാം. എന്നാൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഉപമയുണ്ട്, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നല്ല ശമരിയക്കാരൻ എന്നുള്ള ഉപമ. റൈച്ചസ്നെസ്സിനെ കുറിച്ചാണോ? ഞാൻ അതുകൊണ്ടല്ലേ എപ്പോഴും പറയുന്നത്, നമ്മളൊരു ഉപമ വായിക്കുമ്പോൾ അല്ലെങ്കിൽ വചനത്തിൽ എന്ത് വായിക്കുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കണം. ആ കോണ്ടെക്സ്റ്റ് നോക്കിയാൽ ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ സെൽഫ് റൈച്ചസ്നെസ്. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് ചിന്തിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിലാണ് അതുള്ളത്. Luke 10. Then Jesus answered and said, a certain man went down from Jerusalem to Jericho and fell among thieves, who stripped him of his clothing, wounded him, and departed, leaving him half dead. വായിച്ചു. Now by chance a certain priest came down that road, and when he saw him, he passed by on the other side. Likewise a Levite, when he arrived at the place, came and looked and passed by on the other side. But a certain Samaritan, as he journeyed, came where he was, and when he saw him, he had compassion. So he went to him and bandaged his wounds, pouring in oil and wine, and he set him on his own animal, brought him to an inn, and took care of him. On the next day, when he departed, he took out 2 denarii, gave them to the innkeeper, and said to him, take care of him, and whatever more you spend, when I come again, I will repay you. So which of these 3 do you think was neighbor to him who fell among the thieves? And he said, he who showed mercy on him. Then Jesus said to him, go and do likewise. അപ്പോൾ ഈ ഉപമ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? സൺഡേ സ്കൂൾ മുതൽ പഠിച്ചിട്ടുള്ള നല്ല ശമരിയക്കാരൻ കർത്താവായ യേശു ക്രിസ്തു. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു എന്തിനാണ് ഈ ഉപമ പറഞ്ഞത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാനത് ഇന്നാൾ വചനം എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേക്കും പറഞ്ഞായിരുന്നു. വചനം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും അനേക കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അറ്റ്ലീസ്റ്റ് യു നീഡ് ടു നോ ദ കോണ്ടെക്സ്റ്റ്. നമ്മളത് ഏത് കോണ്ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നു എന്ന് ചിന്തിക്കണം. അതിന് മുമ്പുള്ള വാക്യങ്ങളും ഇല്ലെങ്കിൽ അധ്യായം എങ്ങനെയാണ് തുടങ്ങുന്നത്, എന്താണ് അധ്യായത്തിൽ ദൈവം പ്രതിപാദിച്ചിരിക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ ഇതിൻ്റെ റിയൽ അർത്ഥം നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ? അപ്പോൾ ആ അധ്യായം തുടങ്ങുന്നത് തന്നെ കർത്താവായ യേശു ക്രിസ്തു 70 ശിഷ്യന്മാരെ താൻ പോകാനിരിക്കുന്ന പട്ടണത്തിലേക്ക് അയക്കുന്നു. ഈരണ്ടായിട്ട് തനിക്ക് മുമ്പായ ഓരോ പട്ടണത്തിലേക്കും ഗ്രാമങ്ങളിലേക്ക് അയക്കുന്നു. എന്നിട്ട് അവർക്ക് കൃത്യമായിട്ട് കമ്മീഷനും കൊടുക്കുന്നു. അതായത് മീൻസ് ഇന്നത് കാര്യങ്ങൾ പറഞ്ഞു, രോഗികളെ സൗഖ്യമാക്കുവിൻ, പ്രാർത്ഥിക്കാനല്ല, രോഗികളെ സൗഖ്യമാക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുവിൻ. അപ്പം ഇങ്ങനെ പറഞ്ഞ് അയക്കുക. ഞാനത് ചുരുക്കി പറയുക. എന്നിട്ട് ഈ 70 പേര് തിരിച്ചു വന്ന് കർത്താവിനോട് റിപ്പോർട്ട് പറയുന്നു. അവർ വളരെ സന്തോഷത്തോടെ എക്സൈറ്റഡ് ആയിട്ട് വന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അപ്പോൾ യേശുക്രിസ്തു എന്താ പറഞ്ഞു? ഓ സോ ഗുഡ്,
എത്ര പേര് രക്ഷിക്കപ്പെട്ടെന്നോ ഇതൊന്നുമല്ല ചോദിച്ചത്. എത്ര രോഗികൾ സൗഖ്യമായെന്നോ ഇതുവല്ലതാണോ യേശു ക്രിസ്തു പറഞ്ഞത്? അല്ലേ? സാത്താൻ മിന്നൽ പിണർ പോലെ ആകാശത്ത് നിന്ന് വീഴുന്ന ഞാൻ കണ്ടു. ഓക്കെ, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിൽ അത്ര സന്തോഷിക്കുവിൻ എന്നല്ലേ ആ വാക്യം ഞാൻ പിന്നെ വായിക്കാമെന്ന് മനസ്സിലാക്കാത്തവർക്കുണ്ടെങ്കിൽ 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. ഞാൻ നല്ല ശമരക്കാരനിലേക്ക് വരാം കേട്ടോ. ഞാനത് കോൺടാക്സ്റ്റ് ഇല്ലെങ്കിൽ കോൺടാക്സ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഈ വാക്യങ്ങൾ വായിക്കുന്നത്. 17-ാം വാക്യത്തിൽ ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു, കർത്താവേ നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്ന ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. ഭൂതങ്ങളെല്ലാം കീഴടങ്ങിയപ്പോൾ യേശു പറഞ്ഞ കാര്യം എന്താ? സാത്താൻ മിന്നൽ പിണർ പോലെ വീഴുന്ന ഞാൻ കണ്ടു. വാട്ട് ഈസ് ദാറ്റ്? ദൈവം എന്തുകൊണ്ട്, യേശു ക്രിസ്തു എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞ അവരോട്? സ്വർഗത്തിൽ നിന്ന് വീഴുന്നത് കണ്ടു. അപ്പൊ യേശു അത് കണ്ടിട്ടുള്ള കാര്യം അവരോട് പറഞ്ഞത്. എന്തുകൊണ്ടാണ് സാത്താൻ അവിടെ നിന്ന് വീഴാൻ ഇടയായത്? നെഗളം, ഹൃദയത്തിൽ നെഗളം സംഭവിച്ചു. അപ്പോൾ നമ്മുടെ മിനിസ്ട്രിയിൽ ഭൂതങ്ങൾ ചിലപ്പോൾ വിട്ടുപോകും, രോഗികൾ സൗഖ്യമായെന്നിരിക്കും. നമ്മുടെ കഴിവ് കൊണ്ടല്ല, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശക്തി നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് അത് സംഭവിക്കുന്നത്. ഡോണ്ട് ടേക്ക് ഇന്നത്തെ മിനിസ്ട്രികളെല്ലാം നമ്മളൊരാൾ കൈവച്ച് പ്രാർത്ഥിച്ച് അവർ സൗഖ്യമായെങ്കിൽ ഉടനെ രോഗശാന്തി ശുശ്രൂഷ മിനിസ്ട്രി തുടങ്ങുക. അത് സംഭവിക്കും. നമ്മുടെ കഴിവല്ല, കർത്താവ് യേശു ക്രിസ്തു നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന, നമ്മളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ആ ശക്തി നമ്മളിലുള്ളതുകൊണ്ട് ആ നാമം ഉപയോഗിക്കാനുള്ള അധികാരം നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ഭൂതങ്ങൾ പുറത്താകുമോ? ഭൂതങ്ങൾ പുറത്താകും. രോഗികൾ സൗഖ്യമാകുമോ? രോഗികൾ സൗഖ്യമാകും. പക്ഷേ ഡോണ്ട് ടേക്ക് ക്രെഡിറ്റ് ഫോർ ഇറ്റ്. നിന്റെ കഴിവല്ല, നിന്റെ മെടുക്കല്ല. കാരണം അങ്ങനെ ചെയ്ത ഒരാൾ, ഹൃദയം നെഗളിച്ച ഒരാൾ വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിൽ സന്തോഷിപ്പിൻ. സോ ഹൗ ടു ഗെറ്റ് ഇൻ ടു ദ ഹെവൻ, ഓർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ദൈവരാജ്യത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ബുക്സ് ഓഫ് ലാംബ് ഓഫ് ലൈഫ്, കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എങ്ങനെ പേരെഴുതാം, അതിൽ നിങ്ങൾ സന്തോഷിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനേക്കാൾ ഉപരിയാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിലും വലുതാണ് names written in the book of life. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരാൾ എപ്പോഴും ആ പേരെഴുതുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെ കർത്താവ് രക്ഷിതമായിട്ട് സ്വീകരിച്ച് കഴിയുമ്പോഴാണ് ആ പേരെഴുതുന്നത്. അതാണ് ഗ്രേറ്റർ എന്ന് പറയുക, കർത്താവ് യേശു ക്രിസ്തു അതവിടെ കാണിക്കുക. ഓക്കെ, എന്നിട്ട് താഴോട്ട് പറയുന്നു, ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ, കർത്താവ് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞ, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവക ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, അങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. സോ കർത്താവ് യേശു ക്രിസ്തു ശുശ്രൂഷയുടെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അല്ലേ? അപ്പോൾ സ്വർഗരാജ്യത്തിൽ പേരെഴുതുന്നതാണ്, അല്ലെങ്കിൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതുന്നതാണ് ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലും രോഗികൾ സൗഖ്യമാകുന്നതിലും ഏറ്റവും വലുത്. ആ കാര്യം അവരോട് പറയുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ എന്നിട്ട് താഴോട്ട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഒരു ന്യായശാസ്ത്രി 25-ാം വാക്യത്തിൽ, ആൻഡ് എ ലോയർ സ്റ്റുഡ് അപ്പ് ആൻഡ് പുട്ട് ഹിം ടു ടെസ്റ്റ്. മലയാളത്തിൽ വായിക്കാം. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവന അവകാശമായി തീരുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഇല്ലെങ്കിൽ ഞാൻ നിത്യജീവന അവകാശമായി തീരുവാൻ എന്ത് ചെയ്യണം? ഇംഗ്ലീഷിൽ വായിച്ചാൽ, ടീച്ചർ, വാട്ട് ഷാൽ ഐ ഡു ടു ഇൻഹെറിറ്റ് ഇറ്റേണൽ ലൈഫ്? അപ്പോൾ എൻ്റെ കോണ്ടക്സ്റ്റ് മറന്നു പോയത്, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതുന്ന കാര്യമോടെ പറഞ്ഞു. അപ്പോൾ ഒരു ന്യായശാസ്ത്രി, ഒരു ലോയർ, അവനെ പരീക്ഷിക്കാനാണ് ചോദിക്കുന്നത്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചോദിച്ചത്. അപ്പോൾ അതിന് മറുപടി യേശു പറയുന്നു, അല്ലേ? അപ്പം അവൻ ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? സ്വന്തം പ്രവൃത്തിയിൽ നോ, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് ഒരു മനുഷ്യന് എത്തിപ്പെടാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ പക്ഷേ അവന് പരീക്ഷിച്ച് ചോദിച്ചതുകൊണ്ട്, കർത്താവ് യേശു ക്രിസ്തുവിനെ ന്യായശാസ്ത്രി പരീക്ഷിച്ച് ചോദിച്ചതുകൊണ്ട് കർത്താവ് അതുപോലെ തന്നെ മറുപടി പറഞ്ഞു. യേശു ക്രിസ്തു അവനോട് ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം എന്ന് ഉത്തരം പറഞ്ഞു. ഓക്കെ,
അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ ഒരു ജഡവും ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടത്തില്ലെന്ന് അനേക വാക്യങ്ങൾ റോമാലേഖനത്തിലും ഗലാത്യലേഖനത്തിലും എല്ലാം പറയുന്നുണ്ട്. ന്യായപ്രമാണം നമ്മൾ മുഴുവൻ കീപ്പ് ചെയ്താൽ പോലും ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ ഒരു മനുഷ്യനും ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്ര വരുന്നത്. ഞാനത് കുറേ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളെ വിഷയത്തിലേക്കൊന്ന് ഇതുവരെ വന്നില്ല, ഞാൻ കോൺടാക്സ്റ്റ് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യം യേശുക്രിസ്തു പറഞ്ഞു. പുള്ളി അത് കറക്റ്റ് ന്യായപ്രമാണത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു അതെല്ലാം അതുപോലെ തന്നെ പറഞ്ഞു. അടുത്ത സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26-ാം വാക്യത്തിൽ യേശു പറയുക, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക എന്നാൽ നീ ജീവിക്കും. അടുത്ത വാക്യം, അവൻ തന്നെത്താൻ നീതീകരിക്കുവാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എൻ്റെ കൂട്ടുകാരൻ ആരെന്ന് ചോദിച്ചു. ബട്ട് വിഷിംഗ് ടു ജസ്റ്റിഫൈ ഹിംസെൽഫ്. അവൻ തന്നെത്താൻ നീതീകരിക്കുവാൻ ഇച്ഛിച്ചിട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, നമുക്ക് തന്നെത്താനെ നമുക്ക് നീതീകരിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. പാപം ചെയ്യാതെ നീതി പ്രവൃത്തി മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യനും ഭൂമിയിലില്ല. സോ അപ്പോൾ ഈ പുള്ളിയുടെ പ്രോബ്ലം എന്താ? ടു ജസ്റ്റ് സെൽഫ് റൈച്ചസ്, തന്നെത്താൻ നീതീകരിക്കുവാൻ ഇച്ഛിച്ചിട്ട്. യോബിൻ്റെ പ്രോബ്ലം അത് തന്നെയായിരുന്നു. ഞാൻ അതിലേക്ക് വരാം. ഇതൊന്ന് ടച്ച് ചെയ്യട്ടെ. അപ്പോൾ ഈ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കർത്താവ് യോബ് പറയുന്നത്. അത് മറന്നു പോകരുത്. അപ്പം അവൻ്റെ ഇൻറ്റൻഷൻ എന്താ? ലോയറിൻ്റെ ഇൻറ്റൻഷൻ തന്നെത്താൻ ജസ്റ്റിഫൈ ചെയ്യാൻ ആഗ്രഹമുള്ളതുകൊണ്ട്. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ടാണ് യേശുക്രിസ്തു പറയുന്നത്. ഒരു മനുഷ്യൻ വചനത്തിൽ എപ്പോഴും ഒരു certain man എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ ദാറ്റ് റെപ്രസെൻറ്റ്സ് എ കാറ്റഗറി ഓഫ് പീപ്പിൾ. ഓക്കെ, ഇല്ലെങ്കിൽ പേര് പറയും, ഇന്ന ആൾ പോവുമായിരുന്നു. ഇതിപ്പോൾ ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് പോവുകയായിരുന്നു. ഞാൻ ഓടിച്ച് പറയാം, അത് മുഴുവൻ പറയാനുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാം. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു മനുഷ്യൻ, കർത്താവ് ഉമ്മോ തുടങ്ങുന്ന അങ്ങനെയല്ലേ, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് പോകുമ്പോൾ കള്ളന്മാരെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടയച്ച് വഴിയരിയിൽ യാദൃശ്ചിയ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് വഴിമാട് കടന്നുപോയി. അപ്പോൾ ഇവർ പോകുന്ന ഈ ഒരു മനുഷ്യൻ, certain man, പോകുന്ന സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസ്, യെരുശലേമിൽ നിന്ന് യെരിഹോ, ഈ രണ്ട് പട്ടണത്തിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാമോ? അന്നത്തെ കാലത്ത് യെരുശലേമിൽ മാത്രമേ ആലയമുള്ളൂ, ടെമ്പിളുള്ളൂ. അവിടെ മാത്രമേ യാഗമുള്ളൂ, അവിടെ പുരോഹിതന്മാരുള്ളൂ. ഓക്കെ, യെരുശലേമാണ് ദൈവത്തിൻ്റെ നഗരം, മഹാരാജാവിൻ്റെ നഗരം, പ്ലേസ് ഓഫ് വർഷിപ്പ്. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുത്തൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്, ഒരു പ്ലേസ് ഓഫ് വർഷിപ്പിൽ നിന്ന് പോകുന്ന യെരിഹോയിലേക്കാണ്. യെരിഹോ ശപിക്കപ്പെട്ട നഗരം. ജോഷുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ അറിയാം, ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്ത് കനാൻ ഇല്ലെങ്കിൽ യോർദാൻ കടന്നു വരുമ്പോഴേക്ക് ആദ്യം അവർ മുമ്പിൽ വന്ന എരിഹോ കോട്ട. അവിടെ നമുക്ക് സംഭവിച്ചതറിയാം ഇല്ലേ? അവർ 7 ദിവസം ചുറ്റും നടന്നു. 6 ദിവസം ഓരോ പ്രാവശ്യം നടന്നു. 7-ാം ദിവസം 7 വട്ടം നടന്നു. ജനം ആർപ്പിട്ടു. എരിഹോ മതിൽ ഇടിഞ്ഞു വീണു. അതായത് ദൈവജനത്തിന് യാത്ര ചെയ്യാൻ തടസ്സമായി നിൽക്കുന്ന ഒരു പട്ടണമാണ് എരിഹോ പട്ടണം. നമുക്ക് അനേക അർത്ഥങ്ങൾ ഉണ്ട്, ആത്മീയാർത്ഥങ്ങൾ പുറയിലുണ്ട്. യോർദാൻ കടന്നിട്ട് അവർ ഫേസ് ചെയ്യുന്ന യുദ്ധങ്ങളെല്ലാം ആത്മീയ യുദ്ധങ്ങളാണ്. നമ്മൾ ആരും കേട്ടിട്ടില്ല ഒരു കോട്ട തകർന്നു വീഴുന്ന ജനം ആർപ്പിട്ടപ്പോൾ. ഇല്ല, ഇറ്റ്സ് ഓൾ സ്പിരിച്വൽ വാർ. അതിനു മുമ്പ്, യോർദാന് മുമ്പ് അവർ ഫേസ് ചെയ്തത് ലിറ്ററൽ യുദ്ധങ്ങളായിരുന്നെങ്കിൽ യോർദാന് ശേഷം അവർ ഫേസ് ചെയ്തത് ആത്മീയ യുദ്ധങ്ങളാണ്. എനിവേ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ പട്ടണത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആരാധന അനുഭവത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരുത്തൻ ശപിക്കപ്പെട്ട പട്ടണത്തിലേക്ക് പോവുക. അതാണ് ആ സിനേറിയോ. മാനവരാശിയെ തന്നെ കാണിക്കുക. ദൈവത്തിൻ്റെ സന്നിധി, വി വെർ ഇൻ ഗാഡ് ഫസ്റ്റ്. ഹവ്വ ആദമിലുണ്ടായിരുന്നു. ഹവ്വ ആദമിൽ നിന്ന് പുറത്തു വന്നത്. ഈ കെയിം ഔട്ട് ഓഫ് ആഡം. അപ്പം എന്ന് പറഞ്ഞ പോലെ നമ്മൾ വി ആർ ഓൾ ഇൻ ക്രൈസ്റ്റ്, ഇൻ ഗാഡ്. അതുകൊണ്ട് എഫേസ്യലേഖനത്തിൽ പറഞ്ഞ സ്വർഗത്തിലും ഭൂമിയിലുള്ളതും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന കാലസമ്പൂർണ്ണതയിലെ വ്യവസ്ഥ എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം, യു വാണ്ട് ടു പുട്ട് അസ് ബാക്ക് ഇൻ ടു ദാറ്റ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോയിലേക്ക് പോകുമ്പോഴേക്കും കള്ളന്മാരെ കയ്യിലകപ്പെട്ടു. കള്ളന്മാരെ കയ്യിൽപ്പെട്ട ആദ്യം എന്താ കള്ളന്മാർ സാധാരണ ചെയ്യുന്നത്? മോഷ്ടിക്കും അല്ലേ? സ്വർണ്ണോ വെള്ളിയോ വില പിടിച്ചതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോകും. പക്ഷെ ആ പാരബിളിൽ എന്തെങ്കിലും മോഷ്ടിച്ചതായിട്ട് പറയുന്നുണ്ടോ? വസ്ത്രമഴിച്ചു. വസ്ത്രമഴിച്ച് അവനെ മുറിവേൽപ്പിച്ചിട്ട് അർദ്ധപ്രാണനെ വഴിയിൽ ഇട്ടു പോയി. ഒന്നും മോഷ്ടിച്ചായിട്ട് പറയുന്നില്ല. കള്ളൻ വരുന്നത് മോഷ്ടിക്കാൻ, ഇറക്കാനും മുടിക്കാനാണ് വരുന്നത്. സോ അപ്പോൾ ഇതൊരു സ്പിരിച്വൽ ഇത് പറഞ്ഞത് ഈ ലോയറിനോട് പറയുക,
അവൻ സ്വയം നീതീകരിക്കാൻ ഇച്ഛിച്ചിട്ട് അവനോട് പറയുന്ന. അപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഇല്ലെങ്കിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ഇല്ലെങ്കിൽ ദൈവത്തിലേക്ക് വരുന്ന ഒരു മനുഷ്യനെ ദൈവം നീതിയുടെ വസ്ത്രം അണിയിക്കും. അല്ല, നീതിമാനെന്ന് കണക്കിടുമ്പോഴേക്കും നീതിയുടെ വസ്ത്രമാണ് ദൈവം നമുക്ക് തരുന്നത്. പഴയ നിയമത്തിലും യോശുവ പുരോഹിതനെ അത് കാണിക്കുന്നുണ്ട്. ശെഖരിയ പ്രവചനത്തിൽ ആ കാര്യം എഴുതുന്നുണ്ട്. യോശുവ പുരോഹിതൻ സാത്താൻ വന്ന് ദൈവത്തോട് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. നീ കണ്ടത് യോശുവ പുരോഹിതൻ എൻ്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു, അതായത് ലോകത്തിൽ അതിന് കളങ്കം പറ്റിയിരിക്കുന്നു എന്നുള്ള അവസ്ഥയിൽ പറയുക. അപ്പം അങ്ങനെ പറയുമ്പോഴേക്കും പറയുന്നു അവൻ്റെ വസ്ത്രം മാറ്റിയിട്ട് അവന് ഉത്സവ വസ്ത്രം ധരിപ്പിക്കുക. അപ്പോൾ ദൈവം നമ്മളുടെ മേൽ ഇട്ടിരിക്കുന്ന ഇല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ മേൽ ദൈവത്തിൻ്റെ നീതിയുടെ വസ്ത്രം കർത്താവ് ഇട്ടിട്ടുണ്ട്. ഇതെടുക്കാനാണ് പിശാചിൻ്റെ നോട്ടം, ഇത് അഴിച്ചെടുക്കാനാണ് നോട്ടം. പക്ഷെ അവനിത് അഴിച്ചെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അവനെ ഇവിടെ എഴുതിയിരിക്കുന്ന വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അധപ്പനായി വിട്ടിട്ട് പോയി. അപ്പോൾ പാപത്തിൻ്റെ അവസ്ഥയിൽ അവനിങ്ങനെ കിടക്കുക, രക്തത്തിൽ ഇങ്ങനെ കിടക്കുക വഴിയരികിൽ. അപ്പോൾ ഇത് തന്നെ എസെക്കിയേൽ പ്രവചനത്തിൽ 16-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനത് വേറൊരു ദിവസം ക്ലാസ് എടുക്കാം. അപ്പോൾ അതും യെരുശലേമിൻ്റെ അവിശ്വസ്തതയായിട്ട് പറഞ്ഞിരിക്കുന്നു. അതും ഒരു സാധാരണ ഒരു മാനവരാശിയുടെ കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഞാൻ എപ്പോഴും പറയും, പഴയ നിയമമെല്ലാം പഠിക്കുമ്പോൾ നമ്മളിത് കഥയായിട്ട് പഠിച്ചാൽ നമുക്കിതൊന്നും മനസ്സിലാകത്തില്ല. ഇത് നമ്മുടെ ലൈഫായിട്ട് പഠിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇവിടെ അവർ അർദ്ധപ്രാണനെ വിട്ടിട്ട് പോയി. അവിടെ കടന്നു വരുന്ന ഒരു പുരോഹിതൻ, പിന്നെ ഒരു ലേവ്യൻ, പിന്നെ ഒരു ശമര്യക്കാരൻ. ഓക്കെ, അപ്പോൾ പുരോഹിതന് രക്ഷിക്കാൻ പറ്റിയില്ല. പുരോഹിതൻ ആ വഴിയേ വരുന്നില്ല, മാറിപ്പോയി. ഈസ് റെപ്രസെൻറ്റ് ദ ലോ, ന്യായപ്രമാണം. ന്യായപ്രമാണം എന്താണ്? എബ്രാലേഖനത്തിലൊരു വാക്യമുണ്ട്, ന്യായപ്രമാണം ബലഹീന മനുഷ്യനെ മഹാപുരോഹിതന്മാരാക്കുന്നു. എബ്രാലേഖനം 7-ാം അധ്യായത്തിൽ 7, 8, 9, 10 അധ്യായങ്ങൾ എബ്രാലേഖനം ശ്രദ്ധിച്ച് പഠിച്ചാൽ പൗരോഹിത്യത്തെക്കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ കർത്താവ് യേശുക്രിസ്തുവിൽ വീണ്ടും ജനിക്കുന്ന ഒരാളാണ്, രാജകീയ പുരോഹിത വർഗമാണ്. അപ്പോൾ നമ്മുടെ മഹാപുരോഹിതനാണ് കർത്താവ് യേശുക്രിസ്തു. പക്ഷെ അവിടെ അത് എഴുതിയിരിക്കുന്ന വാക്യം എങ്ങനെ? ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ആ വാക്യം തന്നെ നമുക്ക് കേൾക്കാം. എന്നിട്ടൊക്കെ പെട്ടെന്ന് ഇതിലേക്ക് വരാം കേട്ടോ. സോറി. Hebrews 7:28, എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിനെ പുരോഹിതനാക്കുന്നു. പിൻപുള്ള ആണയുടെ വചനമോ. അതിനു മുമ്പുള്ള എഴുതിയിട്ടുണ്ട് പുതിയ നിയമത്തിൻ്റെ ഉത്തരവാദി. നമ്മളിന്ന് പുതിയ നിയമം എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ഉത്തരവാദി ഹൂ ഇസ് ദ ഗ്യാരണ്ടർ ഓഫ് ഇറ്റ്? യേശുക്രിസ്തു പുതിയ നിയമത്തിൻ്റെ ഉത്തരവാദി. അപ്പോൾ പഴയ നിയമ പുരോഹിതന് കടന്നു പോകുമ്പോഴേക്കും ഇല്ലെങ്കിൽ ന്യായപ്രമാണം വരുമ്പോഴേക്കും ന്യായപ്രമാണത്തിൻ്റെ ഒരു മനുഷ്യനെ പാപത്തിൽ കുളിച്ച് കിടക്കുന്ന ഇല്ലെങ്കിൽ വഴിയരികിൽ കിടക്കുന്ന പാപത്തിൽ കിടന്ന് പിടയുന്ന ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല. പുരോഹിതൻ ശ്രമിച്ചാൽ പോലും പറ്റത്തില്ല. പുള്ളി വഴിമാറി കടന്നുപോയി എന്നാണ് എഴുതിയേക്കുന്നത്. ലേവ്യൻ, ലെവിറ്റിക്കസ്, പഴയ നിയമത്തിൽ പ്രീസ്റ്റ്ഹുഡ് കൊടുത്ത ആർക്കാ? ലേവിക്കാ കൊടുത്തത്. പഴയ നിയമ പ്രീസ്റ്റ്ഹുഡിനെ രക്ഷിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് നല്ല ശമര്യക്കാരൻ കടന്നു വരുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ നീതീകരണത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പഴയ നിയമത്തിനും സാധിക്കത്തില്ല, പൗരോഹിത്യത്തിനും സാധിക്കത്തില്ല, ന്യായപ്രമാണത്തിനും സാധിക്കത്തില്ല, പൗരോഹിത്യത്തിനും സാധിക്കത്തില്ല. അവിടെയാണ് കർത്താവ് യേശുക്രിസ്തു വരുന്നത്. അപ്പോൾ ഈ ചോദിച്ച ഈ ന്യായശാസ്ത്രിയുടെ ഉദ്ദേശം എന്തായിരുന്നു? സെൽഫ് ജസ്റ്റിസ്, സ്വയം നീതീകരിക്കാൻ ഇച്ഛിച്ചിട്ട്. നോ, യു ക്യാൻ ട്രൈ ഹോൾ യുവർ ലൈഫ് വിത്ത് ദ ലോ. പഴയ നിയമം കൊണ്ട് നിനക്ക് ജീവിതകാലം മുഴുവൻ ട്രൈ ചെയ്യാം. ഇസ്രായേൽ അതാ ചെയ്തത്. അവർ ആ പാറയിൽ തട്ടി ഇടറി വീണു എന്നൊക്കെ വായിക്കുന്നുണ്ട്. അവർ സ്വന്തം നീതി പ്രാപിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ആ വാക്യങ്ങളൊക്കെ നമുക്ക് വായിക്കാം. അപ്പോൾ സ്വയം നീതിയിൽ ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെടാൻ സുഖത്തിൽ പേരെഴുതാൻ വേണ്ടി പുള്ളി ശ്രമിക്കുക. ഞാനെന്ത് ചെയ്യണം? നിത്യജീവൻ അവകാശമായിട്ട് തീരാൻ ഞാനെന്ത് ചെയ്യണം? നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശിഷ്യന്മാരോട് പറയുമ്പോൾ ഒരിക്കൽ പത്രോസ് ചോദിക്കുന്നത്, ഇങ്ങനെയെങ്കിൽ ആർക്ക് who can be saved? അവിടെ യേശു പറയുന്നു, ഇത് മനുഷ്യരിൽ അസാധ്യം, ദൈവത്താൽ സകലതും സാധ്യം. അപ്പോൾ അതതിൻ്റെ ഒരു ചെറിയൊരു പിക്ചർ. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാലോ. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്ന് ശപിക്കപ്പെട്ട പട്ടണത്തിലേക്ക് പോയൊരു മനുഷ്യൻ ഇല്ലെങ്കിൽ പാപത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു പിക്ചർ അവിടെ കാണിക്കുക.
അവനാ ദൈവം നൽകിയായില്ലെങ്കിൽ നീതിയുടെ വസ്ത്രം അഴിച്ചെടുത്തിട്ട് കള്ളന്മാർ അർദ്ധപ്രാണനായിട്ട് വിട്ടേച്ചു പോയി. അപ്പോൾ ആ പാപത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ രക്തത്തിൽ കിടക്കുമ്പോഴെന്ന് പറയുമ്പോഴേക്കും പാപത്തിൽ കിടക്കുന്ന ഒരു പിക്ചർ, അത് സിംബോളിക്കായിട്ട് പറയുന്നത്. അങ്ങനെ കിടക്കുന്നൊരു മനുഷ്യനെ നമ്മുടെ ന്യായപ്രമാണത്തിനോ പൗരോഹിത്യത്തിനോ ലേവ്യ പൗരോഹിത്യത്തിനോ രക്ഷിക്കാൻ സാധിക്കത്തില്ല. അവിടെയാണ് യേശുക്രിസ്തു വരുന്നത്. അതാണ് ആ പിക്ചർ. അപ്പം അതെല്ലാം സെൽഫ് റൈച്ചസിനെ കുറിച്ചുള്ള ഉപമയാണ്. നമ്മളെപ്പോഴും ഈ ടൈറ്റിൽ കാണുമ്പോഴേക്കും ഗുഡ് സമരിറ്റൻ, ഓഫ് കോഴ്സ് ഗുഡ് സമരിറ്റൻ ഈസ് ജീസസ് ക്രൈസ്റ്റ്. പക്ഷെ എന്തിനാ ഉപമ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് പഠിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഞാനത് പറഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മനുഷ്യൻ സ്വയം നീതീകരിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് ആദ്യം പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ജാതി മുഴുവനും നീതീകരിക്കാൻ, അവരുടെ പ്രവർത്തനത്തിൽ നീതീകരിക്കാൻ ശ്രമിക്കുന്നത് കാണാൻ സാധിക്കും. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ സമയത്ത് നോക്കുമ്പോഴേക്കും പരീശന്മാർ, സദൂക്കർ, മഹാപുരോഹിതന്മാർ, ഇവരൊക്കെ എല്ലാവർക്കും വചനം അറിയാം. പക്ഷേ അവരുടെ സ്വന്തം നീതിയിൽ രക്ഷിക്കപ്പെടാനാണ് അവർ ശ്രമിക്കുന്നത്. സാധിക്കത്തില്ല. കർത്താവ് യേശുക്രിസ്തു അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരാതെ ജീവൻ പ്രാപിക്കാൻ പറ്റത്തില്ല. വി ക്യാൻ ഡു സോ മെനി തിങ്സ്. അതെല്ലാം ഈ സെൽഫ് റൈച്ചസിലേക്ക് വീഴും. നമ്മുടെ പ്രവൃത്തി ന്യായപ്രമാണത്താൽ ഇല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടത്തില്ല. അപ്പം കർത്താവ് യേശുക്രിസ്തു നമുക്ക്, പിതാവായ ദൈവം കർത്താവ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് നീതിയുടെ വസ്ത്രം തരുമ്പോഴാണ് വി ക്യാൻ സ്റ്റാൻഡ് ഇൻ പ്രസൻസ് ഓഫ് ഗാഡ് ബോൾഡ്ലി, വിത്തൗട്ട് ഫിയർ, വിത്തൗട്ട് എനി കണ്ടംനേഷൻ, വിത്തൗട്ട് എനി ഗിൽറ്റ്. നമുക്കൊരു കുറ്റബോധവും ഒരു പേടിയും ഒരു ഭയവും ഇല്ലാതെ നിൽക്കാൻ സാധിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല, അവൻ്റെ നീതിയുടെ വസ്ത്രം നമ്മളുടെ മേൽ ഇട്ടിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പുകഴുവാൻ ഒന്നുമില്ല. ഇറ്റ് ഈസ് ബൈ ഗ്രേസ്. ഇത് കൃപയാൽ എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഈ ഗാഡ് നമുക്ക് ഇനിയും നീതീകരണം പഠിപ്പിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ജോബിൻ്റെ കാര്യങ്ങളെല്ലാം അടുത്ത ക്ലാസ് ചിന്തിക്കാം. ഗലാത്യ ലേഖനത്തിലെയും റോമലേഖനത്തിലെ അനേക വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.